ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പോകണം. അതായത് സാധാരണ ഞാൻ പോകുമ്പോൾ ഉമ്മാനോട് പറയാറുണ്ട് എന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു ചോക്ലേറ്റിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്ന് പോണത് കേട്ടോ. ഇന്നിതാ പോയി നേരെ പോണത്. ഇപ്പോൾ ആദ്യം പോണത് എൻ്റെ രണ്ടാമത്തെ കാക്കാൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോവുക. അവിടെയാണ് ഞാൻ ചോക്ലേറ്റ് കൊടുത്ത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്ത് ഏൽപ്പിക്കുക. കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോവുക. ജസ്റ്റ് ഒരു വിസിറ്റിങ്. അവിടെ പോയി അവിടെ അധികം നേരമൊന്നും നിൽക്കുന്നില്ല. വേഗം പോരുന്നുണ്ട്. ആ കാണുന്നതിൻ്റെ വീടാട്ടോ. ഇതിൻ്റെ തറവാട് വീടാണ്. അത് ഇപ്പോൾ റിനോവേഷൻ ചെയ്ത് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. ഇവിടെ ഈ വീടൊന്നും ഞാൻ ഇപ്പോൾ നല്ലപോലെ കാണിച്ചിട്ടില്ല. താത്ത പറയുന്നുണ്ട് ചായ അടിച്ചിട്ട് പോകാമെന്ന് പറയുന്നത്. അവരൊക്കെ പണീൻ്റെ സമയമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോന്നു. മൂത്ത കാക്കാൻ്റെ വീട്ടിലോട്ട് പോന്നു. അവിടുന്ന് ഈ കാണുന്നത് കയ്പ്പനക്കുളം എന്ന് പറയും കേട്ടോ. വലിയൊരു കുളമാണ് ഇവിടുന്ന്. പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, മൂത്ത കാക്കാൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു ഏരിയ, പാടം പറമ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് മൂത്ത കാക്കാൻ്റെ വീട്. അപ്പോൾ അവിടെ പോയി. അവിടെ ജസ്റ്റ് കയറുക, നിങ്ങൾക്കൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം, അത്രേ ഉള്ളൂ ഉദ്ദേശം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെയുള്ള ഏരിയ ഒന്ന് കാണിച്ചു തരാം. കാരണം നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഉമ്മാനായിട്ട് കുറച്ച് നേരം സംസാരിക്കാം, പോരും, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇതിലൊന്നും ഉമ്മാനെ അല്ലെങ്കിൽ ആരും കാണിക്കണമൊന്നുമില്ല. കാരണം അവരാരും അറിയില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതുണ്ടെന്നോ ഒന്നും അറിയില്ല. പിന്നെ അവരൊന്നും പെർമിഷൻ ഇല്ലാതെ നമ്മളവിടെ വീടിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്നായ കാരണം കൊണ്ട് ഞാൻ വല്ലാണ്ട് ആദ്യമൊക്കെ ഒന്നും നിന്നിട്ടില്ല. അവിടെ ഒക്കെ പോയി അവിടെ ഞങ്ങൾ പോകുന്നതിൻ്റെ അടുത്തൊരു മൈലാഞ്ചി ചെടികളുണ്ട്. ഇവിടെ വീട്ടിൻ്റെ അടുത്ത് പറമ്പിൽ മൈലാഞ്ചി ചെടികളുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ മൈലാഞ്ചി പൊട്ടിച്ചിരുന്നതും പെരുന്നാളൊക്കെ ആയിട്ട് മൈലാഞ്ചി പൊട്ടിക്കലും ഇതാക്കലൊക്കെ വരുന്നത്. നല്ല ചോക്കണ മൈലാഞ്ചി കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ട്. അതിൽ ചെറിയ ചെറിയ ആമ്പലുകളുണ്ട്. നല്ല ഭംഗിയാണ്. പക്ഷെ അങ്ങോട്ട് പോയി കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ വെള്ളം ഇതൊക്കെ ആയ കാരണം നല്ല പോകുന്നു നിൽക്കണതുകൊണ്ട് റിസ്ക് എടുത്തില്ല. തിരിച്ച് ഞാനോട് പോകുന്നു, വീട്ടിലോട്ട് പോകുന്നു. അവിടെ അപ്പോഴത്തേനും അവിടെ ഒരു പശുക്കുട്ടിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, മോള് നേരെ പോയിട്ട് അതിനെ കളിപ്പിക്കാൻ നിന്ന്. അപ്പോൾ അവൾക്ക് അങ്ങനത്തേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂച്ചക്കുട്ടികളെയും പശുക്കുട്ടികളെയും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾ അതിനെ കളിപ്പിക്കാൻ നിന്ന്. ഞാനും പിന്നാണ്ട് വീട്ടിൽ കയറി, ഉമ്മാൻ്റെ അടുത്തൊക്കെ കയറി. ഇപ്പം ഉമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താ പറയാതെ വന്നിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളില്ല, വെറുതെ വന്നതാണ്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞവളതാ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഉമ്മാനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് വേഗം കയറി. ഉമ്മാനോട് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്ത് വരിക എന്നൊക്കെ ഉമ്മാനോട് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം ഇറങ്ങിട്ടോ. അധികം നിന്നിട്ടില്ല, വണ്ടി അവിടെ മുറ്റത്ത് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, വേഗം ഇറങ്ങി അവിടുന്ന് ഉമ്മാനോട് യാത്ര പറഞ്ഞു പോന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്. അത്രേ ഉള്ളൂ. താങ്ക് യു.